മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ഇങ്ങനെ തൂര് സീനാ പർവ്വതത്തിന്റെ താഴെ ഇരിക്കുമ്പോൾ ഒരു സഹോദരി വന്നു. ആ സഹോദരി വന്നിട്ട് മഹാനായ മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ, എനിക്ക് മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ രക്കണം, എനിക്ക് നല്ല മക്കളുണ്ടാവാൻ. മൂസാ നബി അപ്പം തന്നെ ദുആ ചെയ്ത്, പഠിച്ചോനെ ഈ സഹോദരിക്ക് നീ ഹൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ, അള്ളാഹുവിന്റെ തീരുമാനം മൂസാ നബിക്ക് കിട്ടി. മൂസാ നബിയെ, ദുനിയാവിൽ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, കുട്ടികൾ ഇവർക്ക് അള്ളാഹു തആല കൊടുക്കില്ല. ആ വിവരം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സഹോദരിയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് അള്ളാഹുവിന്റെ വിധി. അവർക്ക് ഭയങ്കര വിഷമമായി, അവർ സങ്കടത്തോടെ മൂസാ നബിയുടെ അടുക്കൽ നിങ്ങളുടെ വീട്ടിലേക്ക് പോയെന്നാണ്. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ സഹോദരിയെ കണ്ടു. അവരെ കണ്ടപ്പോൾ മൂസാ നബിക്ക് അത്ഭുതമായി. നോക്കുമ്പോൾ അവരുടെ കൈകളിൽ കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ ചോദിച്ചു, ഇത് ആരുടെ കുട്ടികളാണ്? നിങ്ങൾ എടുത്തു വളർത്തുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ കുട്ടികളാണോ? ആ സമയത്ത് മൂസാ നബിയോട് ആ സഹോദരി പറഞ്ഞു, മൂസാ, ഇത് എൻ്റെ കുട്ടികളാണ്, ഞാൻ വയറ്റിൽ ചുമന്ന് ഞാൻ പ്രസവിച്ച എൻ്റെ മക്കളാണ്. അപ്പൊ തന്നെ മൂസാ നബിക്ക് അത്ഭുതമായി, പടച്ചോനെ, നീയല്ലേ പറഞ്ഞു തന്ന് ഇവർക്ക് മക്കളുണ്ടാവില്ല എന്ന്, പിന്നെ എങ്ങനെ ഈ കുട്ടികളുണ്ടായി? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുന്നുണ്ട്, മൂസാ, ഞാൻ അങ്ങനെയാണ് തീരുമാനിച്ചത്, ഇവർക്ക് കുട്ടികളെ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇവർ എൻ്റെ 99 ഇസ്മുകളിൽ, എൻ്റെ 99 പേരുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ റഹ്മത്തിൻ്റെ നാമങ്ങളാകുന്ന റഹ്മാൻ, റഹീം എന്ന ആ 2 വചനങ്ങൾ, ആ 2 ഇസ്മുകൾ, അത് ഒരുപാട് വട്ടം പറഞ്ഞ് ഇവർ ദുആ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഖളാ, എൻ്റെ വിധി, അത് ഞാൻ മാറ്റിമറിക്കുകയായിരുന്നു, ഇവർക്ക് ഞാൻ മക്കളെ കൊടുക്കുകയായിരുന്നു. ഏതാണ് ആ 2 ഇസ്മുകൾ? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അർ റഹ്മാൻ, അർ റഹീം. അപ്പോൾ നമ്മൾ എങ്ങനെ പറയണം? യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. ആ 2 ഇസ്മുകൾ മറന്നു പോകരുത്. നമ്മൾ എപ്പോൾ ദുആ ചെയ്താലും ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ ഇസ്മുകൾ ഒരു 3 വട്ടമെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. എന്തെങ്കിലും ആപത്ത് മുസീബത്തൊക്കെ അല്ലാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടി മാറ്റാൻ ഈ ഒരു ഇസ്മുകൾ പറഞ്ഞിട്ട് ദുആ ചെയ്യൽ കൊണ്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഒരു 3 പ്രാവശ്യം നമുക്കൊന്ന് പറഞ്ഞാലോ? യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. പറ, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ പരിശുദ്ധമായ നിന്റെ ആ ഇസ്മുകൾ പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സൗഭാഗ്യം തരണേ റഹ്മാനെ.